ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളിച്ചോറ് ഉണ്ടാക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ 3 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക്, ഒരു സബോള, പിന്നെ 3 തക്കാളി. ഞാൻ എടുത്തിരിക്കുന്നത് 3 തക്കാളിയാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന അരിക്കനുസരിച്ച് തക്കാളിയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് കടുക്, കുറച്ച് ഉഴുന്നുപരിപ്പ്, കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കുക. സബോള ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വഴച്ചെടുക്കണം. അതിലോട്ട് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. എല്ലാം ജസ്റ്റ് ഒന്ന് വഴച്ചതിന് ശേഷം മൂടി വെച്ച് തക്കാളി വേവിക്കുക. തക്കാളി ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി വേവിക്കുക. ഇപ്പോൾ തക്കാളി അത്യാവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് നല്ല ജീരകം, കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് പതുക്കെ ഇട്ട് മിക്സ് ചെയ്യാം. പതുക്കെ വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകും. എല്ലാ സ്ഥലത്തും ഒരേ കളറായിരിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉപ്പും എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇതിന് മുകളിൽ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ തക്കാളിച്ചോറ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.